ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോട്ട് പണം ഒഴുകിയെത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അടിപൊളി മാർഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുകൂടാതെ നമ്മുടെ പാചകം ഇന്നത്തെ മൊത്തം ഉണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കാര്യം, ഒരു ചൂണ്ട കെട്ടി ചൂണ്ടയിടാൻ പോവാണ്. ചൂണ്ടയിട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പൊ രാവിലെ ദാ ഇവിടെ ഓരോ പരിപാടിയിലാട്ടോ രാവിലെ ഇവിടെ ഓരോ തയ്യാറെടുപ്പിലാട്ടോ. വലിയ കമ്പനിയായിട്ട് ഇപ്പൊ നിൽക്കുവാണ്. എപ്പോഴാണെന്നറിയത്തില്ല. അമ്മട്ട് ഓട്ടുന്നുണ്ട്. കാര്യമായിട്ട് വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ചേട്ടൻ ഇന്നലെ ഡോക്ടർ പറഞ്ഞ പോലെ, അല്ലെങ്കിലും ഞങ്ങളിങ്ങനെ കെട്ടിവെക്കുമായിരുന്നു. കുറച്ചു നേരം കെട്ടിവെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഇച്ചിരി നേരം, അതാ താങ്ങാതിരിക്കാനാ. പിന്നെ വിരലിന്റെ ഷേപ്പ് വരാനല്ലേ? ഷേപ്പും വരണം. വിരലിന് കുഴപ്പമൊന്നുമില്ല, നഖവും വന്നു തുടങ്ങി. പാവം എത്ര പേരാന്നറിയാ ചോദിച്ചേക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ കൈയുടെ എങ്ങനുണ്ട്, ചേട്ടായിക്ക് കൈക്ക് എങ്ങനുണ്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ചേട്ടനോട് പറയൂ അതെല്ലാ കാര്യങ്ങളും. അപ്പം ടൈറ്റ് ചെയ്യുമ്പോഴേ ഷേപ്പ് വരത്തുള്ളൂ. അതാണ്. അടുപ്പയിലാണ് കിടന്ന് മൂർഖം പാമ്പ് ചീറ്റുന്ന പോലെ ചീറ്റിക്കൊണ്ടിരിക്കുന്നു. നമുക്കിന്ന് ഉപ്പുമാവാട്ടോ. ദാ ഉപ്പുമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയായി. ഇപ്പുറത്തെ അടുപ്പിൽ ഇച്ചിരി നീളത്തിലൊരു സാമ്പാർ വെക്കാൻ നിർത്തി ഉച്ചയ്ക്ക്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിൽ അത് ഇവിടെ ചീറ്റുന്ന അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കൊഴുവ ഇരിപ്പുണ്ട്. കൊഴുവ വീര വെക്കാം. അതാണ്. പിന്നെ മെഴുക്കുവരട്ടിക്കൊക്കെ എല്ലാം ഇരിപ്പുണ്ട്. വേണം, മെഴുക്കുവരട്ടിയുടെ ആവശ്യമില്ല, കാരണം അവിയലൊക്കെ ഇരിപ്പുണ്ട്. പോരേട്ടാ? അയ്യോ, ചേട്ടൻ പറഞ്ഞു ഇനി എന്തിനാ ഇതിനും വേണ്ടി കറി? കൊഴുവ പീരയും സാമ്പാറും അവിയലൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ട്. ശരി, രണ്ട് കറി. ഇതാണ് ഒരു സൊല്യൂഷൻ. അത് ഷേപ്പും ഡ്രൈ ആകാതിരിക്കാനും. സാധാരണ വില കേട്ടാൻ അതന്നെ, അത് മൊത്തം ഇപ്പൊ കള്ളത്തരല്ലേ? അത് തന്നെ ഉടായിപ്പല്ലേ? അപ്പൊ ഞാൻ എൻ്റെ ജോലിയിലോട്ട് പോട്ടെ. അപ്പൊ നമ്മളിതേ സാമ്പാറിന് എന്തൊക്കെ കഷ്ണം ഉണ്ടായിരുന്നെന്നറിയാവോ? ഇന്ന് മത്തങ്ങ ഉണ്ട്, ലൗക്കിയോ മറ്റേ നമ്മുടെ ചൊരയ്ക്ക അതുണ്ട്. ഞാൻ ചൊരയ്ക്ക ഇപ്പം എല്ലാത്തിലും ഉൾപ്പെടുത്തും. സൂപ്പറാന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡോക്ടർമാർ വരെ പറയുന്നുണ്ട്. തക്കാളി ഉണ്ട്, കത്രിക്കയുണ്ട്, ടൊമാറ്റോ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിനകത്തല്ല, വിസിലിടുന്നില്ല, അല്ലാതെ വേവിക്കാൻ വെക്കട്ടെ. ഇച്ചിരി മുളക് പൊടി നമുക്കിടാം. മുളക് പൊടി ഇട്ട് പിന്നെന്താ ഉപ്പും ഇട്ടിട്ട് നമുക്കിവനെ അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ചേക്കാം. അവിടെ ഇരുന്ന് വേകട്ടെ. കാര്യം പറയാൻ മറന്നു, ഈ പരിപ്പും സവോളയും പച്ചമുളകും കൂടെ ആദ്യം കുക്കറിലിട്ട് വേവിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇത് അല്ലാതെ വേവിക്കുന്നത്. അതവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കൊഴുവ കഴുകിയെടുക്കാം. പിന്നെ ചേട്ടൻ വരുന്നതിന് മുമ്പായിട്ട് തേങ്ങ പൊതിക്കട്ടല്ലേ? ചേട്ടൻ പൊതിച്ചോളാന്നും പറഞ്ഞു വരുവേ. ആരോടും പറയണ്ട, പോയി തേങ്ങ പൊതിച്ചോണ്ട് വരട്ടെ. അപ്പം നമ്മൾ കൊഴുവയ്ക്ക് വേണ്ടി നമ്മൾ കരിവേപ്പില എടുക്കാൻ വന്നു കേട്ടോ. അല്ല, കരിവേപ്പിലയുടെ കളിയാണ് കേട്ടോ. ഒരിടയ്ക്ക് കരിവേപ്പില ഇല്ലായിരുന്നു. നമ്മുടെ ഈ ചെത്തി ഇതുണ്ടോ, നമ്മുടെ ഇവിടുത്തെ തുളസി നിൽക്കുന്ന കണ്ടോ കൂട്ടുകാരെ? ഇതാ ചെത്തിപ്പൂ, നിറച്ച് ചെത്തിപ്പൂ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വഴുതന മാത്രം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു. ഓരോ ജോലി ഓരോന്ന് ചെയ്ത് തീർത്ത് വെക്കുക കേട്ടോ. അപ്പം ഇവനെല്ലാം ഉണങ്ങിയതായിരുന്നേ. അപ്പം അവനെ ഒരു പാക്കിലോട്ടാക്കി വെക്കാൻ പോവാണേ. പിന്നെ ജാതിക്കുരുക്കാരൻ വരുമെന്ന് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ സെക്ഷനാട്ടോ, എൻ്റെ ജോലിയാണ്. ഇതൊക്കെ എൻ്റെ ചേട്ടൻ പൈസ തരുന്നത്. അപ്പം ഞാനങ്ങ് ചേട്ടന് തന്നെ കൊടുക്കും. കാരണം വല്ല പെട്രോളിനൊക്കെ എടുക്കാമല്ലോ ചേട്ടന്.
അങ്ങനെ നമ്മളൊന്നും വേസ്റ്റാക്കി കളയത്തില്ല, ഒന്നിൻ്റെയും പൈസ. അന്നേരം തന്നെ ചേട്ടൻ ബുള്ളറ്റിലോ എൻ്റെ വണ്ടിയിലോ പെട്രോൾ അങ്ങ് ചേട്ടൻ പോയി ഒഴിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾ അല്ലേ ഏട്ടാ. ഞാൻ ഇവനെ ഉണക്കിയതല്ലേ, അപ്പോൾ ഇതിനെ എടുത്ത് ഞാൻ അങ്ങോട്ട് നമ്മുടെ ഒരു കിറ്റിനകത്തോട്ട് ആക്കി വെക്കാൻ പോവായിരുന്നു. അപ്പോൾ ജാതിക്കയുടെ ആള് വരുമല്ലോ, അപ്പം അത് നമുക്ക് കൊടുക്കാമല്ലോ. ജാതിക്കാക്കുരു റെഡിയാക്കി വെച്ചു. ഇനി ജാതി പത്രി ഇതാ നല്ല സൂപ്പർ തന്നെ റെഡിയാക്കി വെച്ചേക്കും കേട്ടോ. ചേട്ടൻ അവിടെ നിന്ന് എല്ലാം പെറുക്കി എടുത്ത് കൊണ്ട് തരും. ഞാൻ ഇതിനെല്ലാം റെഡിയാക്കി ഉണക്കി പെറുക്കി ആക്കി വെക്കും. എന്നിട്ട് ജാതിക്കാക്കുരുക്കാരൻ്റെ നമ്പറുണ്ട്. നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ട്, എത്ര വർഷം, ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടുള്ള ജാതിക്കാക്കുരുക്കാരൻ ഇവിടെ വരുന്നത്. ചേട്ടൻ അപ്പം നമ്പറുണ്ട്. ചേട്ടൻ വിളിച്ചു പറയും, ഇന്നലെ രാത്രി വിളിച്ചു, ഇന്ന് വന്നേക്കണം എന്നും പറയും. അല്ല, ഇരുന്നിരുന്ന് പൂത്തു പോയെങ്കിലേ ഇപ്പം നല്ല ഫ്രഷായിട്ടുള്ളതാണ് കണ്ട, ഒരു തരി പോലും പൂക്കാതെ റെഡിയാക്കി വെച്ചേക്കുവാണേ. ഇനി ഇവനെയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മുടെ കൊഴുവതേ ചേർത്ത് അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇത് ചെമ്പല്ലി വറുക്കാനാണ്. അപ്പോൾ കുറച്ചും കൂടെ ജാതിക്കയുടെ ഉണ്ടായിരുന്നല്ലോ, അവനെ ഞാൻ ശകലം ഒന്ന് ചൂട് കൊള്ളിച്ചു കേട്ടോ. ഇവനെയും കൂടെ അങ്ങ് കൊടുക്കുക, അല്ലെങ്കിലുണ്ടല്ലോ ഇത് അവിടെ ഇരുന്ന് പൂത്തു പോത്തില്ലേ. അപ്പോൾ ഇനി കൊച്ചിന് ദോശയും കൂടെ ഉണ്ടാക്കട്ടെ. അപ്പം നമ്മൾ ഇതാ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. നമുക്ക് സാമ്പാറിന് ചേർക്കാം. മീൻപീരയൊക്കെ വെച്ചു, സാമ്പാർ നമ്മൾ ചേർക്കാൻ പോട്ടോ. സാമ്പാറിന് ചേർക്കാൻ വേണ്ടിയിട്ട് പൊടിയെല്ലാം എടുത്തോണ്ട് വരാവേ. അപ്പം നമ്മൾ സാമ്പാറിനെ ചേർക്കാൻ പോയപ്പോഴത്തേക്കുണ്ടല്ലോ, ഇതാ നമ്മുടെ എന്താ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി തീർന്നിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കൂട്ടുകാരെ. നിങ്ങോട്ട് വേണം, അവൻ ചൂണ്ട കെട്ടിക്കൊടുക്കണം. ഇപ്പം എന്നാ പറയാനാ, വെള്ളം കലക്കലുണ്ടോ ഞാൻ ശ്രദ്ധിച്ചതില്ല. ഇപ്പൊ എന്റെ കൊച്ചു സാമ്പാർ പൊടിയൊക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ. അല്ല, ഇത് താരന്റെ ഷാമ്പു. സാമ്പാർ പൊടി ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് ഷാമ്പു വന്നവൻ എന്നോട് പറയാം, അമ്മ എത്ര പൊട്ടിയാണെന്ന് അവൻ കരുതിയത്. അല്ലേടാ, എടാ ഇങ്ങനെ അല്ലായിരുന്നു ശരിക്കും ഇതിന്റെ പാക്കറ്റ്, മറ്റേ ഇങ്ങനെ പാക്കറ്റിലല്ലായിരുന്നു മറ്റേ കിട്ടുന്നത്. അല്ല, സംഭവം ഇത് തന്നെയാന്ന്. എടാ പാക്കറ്റ് ഇല്ലായിരുന്നു, പുതിയ ഇതാന്ന്, പുതിയ ഇതില് കിട്ടിയതാ. സെയിം ആടാ, അന്ന് കവർ ഇല്ലാതെ നമുക്ക് കിട്ടുന്നത്. കൊതറനോട് എന്നാ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അത് തന്നെ, പൈസ അത്ര തന്നെ. അപ്പൊ നമുക്ക് ഇതിന് ചേർക്കട്ടെ. ചേർത്തിട്ട് നമുക്ക് സാമ്പാറിന് ചേർക്കാം. സാമ്പാർ പൊടി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് അവിടെ കിടന്ന് അത് കുരയ്ക്കുന്നേ? ഒരാവശ്യമില്ലാതെ കുരയ്ക്കുക. ഏതാ? അയ്യോ, അപ്പൊ എനിക്ക് ഇടയ്ക്കുണ്ട് ചുമ്മാ. എനിക്കില്ല, താരനൊന്നുമില്ല. നല്ല സൂപ്പർ സാധനം. താരനുള്ളവരെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോ. താരനുള്ളവർക്ക് നമ്മുടെ ഈ ഷാമ്പു ഏറ്റവും സൂപ്പറാണ് കേട്ടോ. കൈ ഒന്ന് കഴുകട്ടെ. പുതിയ കൂട്ടുകാർക്കൊന്നും അറിയിച്ചില്ല. പുതിയ കൂട്ടുകാർക്കൊക്കെ അറിയത്തില്ലെങ്കിൽ എന്റെ പഴയ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് താരന്റെ ഷാമ്പു. സൂപ്പറാ. 3 ദിവസം അടുപ്പിച്ച് തേക്കുക, പിന്നെ തേക്കണ്ടി വരത്തേ ഇല്ല. ഇവൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചോണ്ട് വരുന്ന താരൻ കേട്ടോ. നിങ്ങളിവിടെ ഇല്ലാതെ കൊണ്ട് ബിസ്ക്കറ്റ് ഒന്നും അച്ഛൻ മേടിക്കുന്നില്ല. കൊച്ചു പോയ പിന്നെ നീയാണ് ഇടയ്ക്കൊന്നും അങ്ങനത്തെ തിന്നാറുമ്പോൾ ഇല്ലാത്തോണ്ടാ. പുളിയും കൂടെ പിന്നെ വയ്ക്കട്ടെ. അപ്പൊ നമ്മുടെ സാമ്പാർ ഇതാ ചേർത്ത് നമ്മൾ തിളയ്ക്കാൻ വെച്ചിരുന്നു. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കാൻ വെച്ചു. എന്താ അല്ലേ നമ്മുടെ ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനങ്ങ് പൊട്ടി റെഡിയായിരിപ്പുണ്ട്. ഇവൻ ഇവിടെ തിളച്ചിട്ടുമില്ല കേട്ടോ. എന്താണേലും എല്ലാം ഒരുപോലൊക്കെ തന്നെയാണേ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാണേലും ഇനിയിപ്പം മോനെ ചൂണ്ട കെട്ടിക്കൊടുക്കണം. എന്തൊക്കെ ജോലിയായി ജയിക്കുന്നെന്ന് ഓർത്തെ. ചൂണ്ട പറഞ്ഞ ഇരിപ്പുണ്ട്. ഇനി പുതിയത് വല്ലതും ചരടും മേടിച്ചായിരിക്കും. എൻ്റെ അതോ ഗതിയാണ് മേടിച്ചെങ്കിൽ
ഇനി അതിനെ കെട്ടി ഒരു വരുവാക്കി അവിടെ പോയി നിന്ന് ചൂണ്ട ഇടുന്നിടത്ത് പോയി ഇങ്ങനെ നിൽക്കും. എനിക്ക് ഇൻട്രസ്റ്റ് ആട്ടോ ഞാൻ ഈ പറച്ചിലുള്ളൂ, പക്ഷെ കെട്ടാൻ അത്ര വലിയ വശമില്ല കേട്ടോ. അപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി അവന് താരൻ്റെ താമ്പ് കിട്ടുമെന്ന് ഞാൻ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് തേച്ച് കൈ കൊടുത്തിട്ട് ഞങ്ങൾ ചൂണ്ട കെട്ടുമ്പോൾ കാണാവേ. നമുക്ക് അവിടെ നിൽക്കാച്ചോ. നിൽക്കോടാ ഉണ്ടാ അതിന്റെ മഹാ നല്ലത്. ആ ദേ ആ താഴെ തട്ടി താഴെ ഇട്ടു. അപ്പൊ നമ്മുടെ ആറ്റി നോക്കിക്കാൻ നല്ല വെള്ളം വരവുമുണ്ട്, കലക്കലും ഉണ്ട്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ കേട്ടോ. ഇവിടെ ദാ ഒരു ചൂണ്ട കമ്പ് നമ്മുടെ ഇവിടെ വരത്തില്ല നമ്മുടെ കസിൻ, അതിൻ്റെ കയ്യിൽ നിന്ന് പോയി മേടിച്ചോണ്ട് വന്ന കേട്ടോ. ചൂണ്ടക്കമ്പ് ഓ കൊച്ച് ദേ അമ്മമ്മയ്ക്ക് വനിതയും മേടിച്ചോണ്ട് കൊടുത്തു. അപ്പോൾ ദാ കെട്ടട്ടെ ഞങ്ങളെ. ഇൻട്രസ്റ്റ് ആയനെ ലോക്കി ലൂണയും നോക്കി നിൽക്കുന്ന എന്താണെന്നറിയാം. ഇവിടെ എല്ലാവരും നിൽക്കുന്ന കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ. എല്ലാവരും കൂടെ ചൂണ്ട കെട്ടലാട്ടോ. കണ്ടോ ചൂണ്ട കെട്ടാൻ പോവാണേ. അങ്ങനെ നമ്മുടെ ചൂണ്ടക്കണ്ണി തേനി കെട്ടാൻ പോട്ടോ. പരലിൻ്റെ ഉണ്ട്, പുല്ലൻ്റെ ഉണ്ട്. അങ്ങനെ ദാ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. നന്ദുവിന് ഇപ്പം ഒരു വലിയ കരവാളെ കിട്ടുന്നതായിരിക്കും. കരവാളെ കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ചൂണ്ടകെട്ടിൻ്റെ എന്നായിരുന്നു ചൂണ്ടകെട്ടിൻ്റെ അന്തിമ ഘട്ടത്തിലോട്ട് പോവുകയാണേ. എന്താണേലും നമ്മുടെ ചൂണ്ടയൊക്കെ റെഡിയായില്ലേ അവനെ? ചൂണ്ട റെഡിയായി. അപ്പൊ ഇന്ന് ചൂണ്ടയൊക്കെ റെഡിയാക്കി വെച്ചു. ഇങ്ങനെ കാണിക്കണം ചൂണ്ട. ആ നമ്മുടെ വാതുക്ക ഇരുന്ന് നല്ല നീളമുള്ള ചൂണ്ടയാണ്. ഇവിടെ ഇരുന്നാൽ വരെ അങ്ങ് വരെ എത്തും കണ്ടോ. ഇടാം ഇതുപോലെ സെറ്റപ്പാണ് ഇനച്ചിലാറുമായിട്ട് നമ്മളുമായിട്ട് കണ്ടോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുമല്ലോ ഇപ്പം കയറി വരും. പക്ഷെ ഇല്ല കേട്ടോ, കുറേ വെള്ളപ്പൊക്കം വന്നാൽ മാത്രമേ ഉള്ളൂ ഗേറ്റ് വരെ വരത്തുള്ളൂ. ആ പണ്ട് ഡാമെല്ലാം കൂടെ നമ്മുടെ സാറ് തുറന്നപ്പോഴത്തേക്കല്ലേ, അയ്യോ അതാണ് അന്ന് വെള്ളപ്പൊക്കം വന്നതല്ലേ. അപ്പം നമ്മുടെ ചൂണ്ട ഓക്കെ അല്ലേ അവനെ? കണ്ട ചൂണ്ട അവർ രണ്ടുപേരും കൂടെ റെഡിയാക്കി. ചേട്ടൻ കൈയൊക്കെ കാണിച്ച് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അപ്പം നമ്മുടെ ചൂണ്ട റെഡി, നമുക്ക് ചൂണ്ടയിടാം. പക്ഷെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഇടത്തുള്ളൂ. അപ്പം ഉച്ച കഴിഞ്ഞിടുന്ന ചൂണ്ടയിടുന്ന മീനൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അല്ല എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഇതിലും വലിയ പ്രാന്ത് പൊങ്ങിട്ടോ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. നിങ്ങൾക്കും ഭ്രാന്തായോ? നിങ്ങൾക്കും ഭ്രാന്താണോ? ദാ അവർക്കും ഭ്രാന്താണ് കണ്ടോ. ഇപ്പം അപ്പോഴേ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു, ചൂണ്ടകെട്ടും എല്ലാം കഴിഞ്ഞു കേട്ടോ. വൈകിട്ടാണ് ചൂണ്ടയിടുന്നത്. നാളത്തെ വീഡിയോയിൽ ചൂണ്ടയിടുന്നത് പിടിക്കാം കേട്ടോ. അല്ല പിടിച്ചത് ഇടാം കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ പണവരവ് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് സെലക്ട് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു മൺചിരാത്, ഇത് കണ്ടോ, ഒരു മൺചിരാതാണിത്. വെള്ളിയാഴ്ച ദിവസം മൺചിരാതെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അടുക്കളയിലെ കല്ലുപ്പൊന്നും എടുക്കരുത്. നമ്മൾ നിറച്ച് കല്ലുപ്പ് അടുക്കളയെന്നുള്ള എടുക്കല്ല. ഇന്നിപ്പം ഇത് ഞാൻ ഇവിടെ വെക്കാനുള്ളതല്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയാണ് ഇത് ചെയ്യുന്നത്. അതുമല്ല ഈ കല്ലുപ്പ് കൊള്ളത്തില്ല, ഞാൻ മീനിനൊക്കെ എടുക്കുന്നതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് പതുക്കെ വെള്ളിയാഴ്ച ചെയ്യേണ്ടിയവർക്ക് ചെയ്യാം. വെള്ളിയാഴ്ച കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല വൃത്തിയുള്ള ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് കല്ലുപ്പ് മേടിക്കുക. എന്നിട്ട് മൺചിരാത് നിറച്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഗ്രാമ്പു ഒരു 5 എണ്ണം കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് കേട്ടോ. ഗ്രാമ്പു 5 എണ്ണം ദേ ഇങ്ങനെ കുത്തി വെക്കണേ. 1 2 3 ഇങ്ങനെ കുത്തി വെക്കണേ. 4 5 മൺചിരാത് 5 ഗ്രാമ്പു ഇങ്ങനെ കുത്തിയിട്ട് നടുക്ക് 1 രൂപയുടെ ഒരു കോയിൻ ഇങ്ങനെ കുത്തി വെക്കുക കണ്ടോ. എന്നിട്ടിത് പൂജാമുറിയിൽ കൊണ്ട് സൂക്ഷിക്കുക വെള്ളിയാഴ്ച ദിവസം കേട്ടല്ലോ. എന്നിട്ട് നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യണ്ട കേട്ടോ, അവിടെ ചെയ്താൽ മതി. അത് ശുദ്ധമായിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാൻ. പിന്നീട് നിങ്ങൾ ഇതിനെ
എടുത്ത് മാറ്റുക അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ചയും ഇങ്ങനെ തന്നെ കല്ലുപ്പിട്ടിട്ട് ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഒരു 3-4 വെള്ളി കഴിഞ്ഞിട്ട് നിങ്ങൾ മാറ്റിയാൽ മതി കേട്ടോ. ഇങ്ങനെ മാറ്റിയിട്ട് നിങ്ങൾ ഇടയ്ക്ക് ഇതിനൊരു ഇത് കിട്ടുമല്ലോ കുറച്ചാകുമ്പോഴത്തേക്കും, അപ്പം മാറ്റിയിട്ട് ഇതുപോലെ ചെയ്യുക. സൂപ്പറാട്ടോ, നമ്മുടെ പണം വരവ് നമുക്ക് താനേ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് പണം വരവ് വരുത്താനുള്ള ഒരു അടിപൊളി വിദ്യ ഞാൻ പറഞ്ഞു തന്നില്ലേ. വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ചെയ്ത് പൂജാമുറിയിൽ സൂക്ഷിക്കുക. പൂജാമുറി ഇല്ലാത്തവർ വിളക്ക് വെക്കുന്ന എവിടാന്ന് വെച്ചാൽ അവിടെ കൊണ്ട് സൂക്ഷിച്ച് വെക്കുക. അടിപൊളി കാര്യമാണ്. പണം താനെ എവിടുന്നെങ്കിലും ഒക്കെ പണം വന്നുകൊണ്ടിരിക്കും. ഈ കല്ലുപ്പെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ഭയങ്കരമാണ് എൻ്റെ സാറേ. പോസിറ്റീവ് എനർജിയെ നമ്മുടെ വീടുകളിലെല്ലാം എത്തിക്കുന്ന ഒരു സാധനമാണ് കല്ലുപ്പ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.